പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ആധുനിക ഗണിതശാസ്ത്രത്തിന് വിപ്ലവകരമായ സംഭാവനകൾ നൽകിയ സംഗമ ഗ്രാമ മാധവന്റെ സ്മരണാർത്ഥം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇരിങ്ങാലക്കുടയിൽ ആരംഭിക്കുന്ന മാധവ നോളജ് സെന്റർ ഇൻ മാത്തമാറ്റിക്സ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. KSHEC മെമ്പർ സെക്രട്ടറി ഡോക്ടർ രാജൻ വർഗീസ് ഓൺലൈനായി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിട്ടയർഡ് പ്രൊഫസർ AJ പരമേശ്വരൻ, വെങ്കടേശ്വര ആർപ്പായി, പ്രൊഫസർ NK സുന്ദരേശൻ, ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ പ്രൊഫസർ രാജൻ ഗുരുക്കൾ, ഡോക്ടർ വിജയലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഈ പദ്ധതിക്ക് ഇരിങ്ങാലക്കുടയിൽ തുടക്കം കുറിക്കുന്നത്. ഇരിങ്ങാലക്കുട എന്ന സംഗമ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാന ഭാജനങ്ങളിൽ ഒരാളായ സംഗമ ഗ്രാമ മാധവൻ്റെ പേരിലുള്ള ഒരു നോളജ് കൺസോർഷ്യം നമ്മുടെ നഗരത്തിൽ ആരംഭിക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ചാരിതാർത്ഥ്യജനകമാണ് എന്ന് കരുതുന്നു. ആളൂരിലുള്ള ഇരിഞ്ഞാടപ്പള്ളി മന കേന്ദ്രീകരിച്ചാണ് ആ സ്ഥലത്ത് തന്നെ ഇത് സ്ഥാപിക്കണമെന്നായിരുന്നു യഥാർത്ഥത്തിൽ ഞങ്ങളുടെ താല്പര്യം. പക്ഷേ സമയം മുന്നോട്ട് പോകുകയും വേണ്ട അളവിൽ നമുക്ക് അത് ചെയ്യാൻ അവിടെ സാധിക്കാതെ വരികയും ചെയ്തപ്പോഴാണ് നഗരം കേന്ദ്രീകരിച്ച് സംഗമഗ്രാമ മാധവനെ അനുസ്മരിച്ചുകൊണ്ടുള്ള കേന്ദ്രം ആരംഭിക്കുന്നതിന് തീരുമാനമെടുത്തത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു സർക്കാരാണിത്. ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് അഗ്രഗാമികളായി പതാകവാഹകരായി മുന്നിൽ നടക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് എന്നുള്ളത് കൊണ്ട് ആ മേഖലയെ പ്രയോറിറ്റി സെക്ടറായി അംഗീകരിച്ച സർക്കാർ കൂടിയാണിത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ചുമരിൽ താമര വരച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടക്കം കുറിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാകുളം, ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട, സെക്രട്ടറി ശ്യാംജി മാടത്തിങ്കൽ, ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ്, ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട്, രമേഷ് VC, മണ്ഡലം വൈസ് പ്രസിഡന്റ് രമേഷ് അയ്യർ, മണ്ഡലം ട്രഷറർ ജോർജൻ കൊല്ലാട്ടിൽ എന്നിവർ പങ്കെടുത്തു. കാത്തിരിപ്പും ഒരു കവിതയാണ് എന്ന സന്ദേശവുമായി ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയുടെ മുൻപിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം ഇരിങ്ങാലക്കുട ടൗൺ യൂണിറ്റ് സജ്ജീകരിച്ച പുസ്തക കോർണർ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. KG സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി K ഷെറിൻ അഹമ്മദ്, സംഗമ സാഹിതി പ്രസിഡന്റ് ജോസ് മഞ്ഞില, മുരളി നടക്കൽ എന്നിവർ പ്രസംഗിച്ചു. പ്രശസ്ത കവി PN സുനിൽ പ്രദർശനമാല എന്ന കവിത ആലപിച്ചു. നമ്മുടെ ടൗൺ യൂണിറ്റ് പുരോഗമന കലാസാഹിത്യ സംഘം ടൗൺ യൂണിറ്റ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ബസ് സ്റ്റോപ്പ് ഒരു പുതിയ മുഖച്ഛായയോടുകൂടിയാണ് നമ്മൾ പണികഴിപ്പിച്ചത്. അതുപോലെ ഇരിങ്ങാലക്കുടയുടെ സാംസ്കാരിക ബിംബങ്ങളെല്ലാം ചുമരിൽ ചിത്രത്തിൻ്റെ രൂപത്തിൽ ആലേഖനം ചെയ്ത് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായ മതമൈത്രി കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അതിമനോഹരമായ പെയിന്റിങ്ങുകളോടെ ഒരു പുതിയ രീതിയിലുള്ള വെയിറ്റിംഗ് ഷെഡായിട്ടാണ് ഇതിനെ നമ്മൾ വിഭാവനം ചെയ്തത്. അതുപോലെ ഇതിൽ ഇവിടെ സൗജന്യ വൈഫൈ, അതുപോലെ റേഡിയോ, പാട്ടുകളുടെ കമ്പനി എല്ലാം വിഭാവനം ചെയ്തിരുന്നു. അതുപോലെ ചെരുപ്പ് വച്ചത്, പുസ്തകങ്ങൾ
അതിനായിട്ട് ബസ്സും കാത്തിരിക്കുന്ന വേളയിൽ പുസ്തകങ്ങൾ വായിക്കാനുള്ള സൗകര്യം ഉണ്ടാകണമെന്ന് കരുതിയാണ് ഈ വെയിറ്റിംഗ് ഷെഡ്, അതായത് ബസ് കാത്തിരിക്കുന്ന ഈ കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ ഇവിടെ പുസ്തകങ്ങളും പീരിയോഡിക്കൽസും വച്ചിരുന്നു, ആനുകാലികങ്ങളും വച്ചിരുന്നു. അതൊക്കെ പക്ഷേ ഇപ്പോൾ ആരൊക്കെയോ എടുത്തുകൊണ്ടുപോയി. തുടർന്ന് ആരും കൊണ്ടുപോകാതെ തന്നെ ഇവിടെ ഇരുന്ന് വായിച്ച് എല്ലാവരും തിരികെ വയ്ക്കുന്ന രീതി അവലംബിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വെയിലുറയ്ക്കാൻ തുടങ്ങുമ്പോൾ വീട് നഷ്ടപ്പെട്ടവരുടെ വിക്കോല നോട്ടങ്ങൾ പോലെ ചിതറിയ യാത്ര തിരക്കുകളിൽ ബസ് സ്റ്റാൻഡ് അലിയുന്നു. വെള്ളം തേടി അലയുന്ന അരിശു നിലങ്ങൾ പോലെ ഓരോ മുഖങ്ങളിലും തെന്നിത്തെറിക്കുന്ന യാചകരുടെ ചിരികൾ. വിരലുകൾ മന്ത്രണത്തോടെ തൊട്ടുകൊണ്ട് കണ്ണുകളുടെ ഇത്തിരി ഭൂമികകളിൽ വലിയ പ്രണയ സാമ്രാജ്യങ്ങൾ പണിത് കോണിമൂലകളിൽ പ്രണയികൾ തിങ്ങിപ്പാർക്കുന്നു. റംസാൻ ആശംസകൾ അർപ്പിക്കാൻ ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ കാട്ടുങ്ങച്ചിറ ജുമാ മസ്ജിദിൽ എത്തി. ജുമാ മസ്ജിദിൽ എത്തിയ മാർ പോളി കണ്ണൂക്കാടനെ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് KS അബ്ദുൾ സമദ് ബൊക്കെ നൽകി സ്വീകരിച്ചു. ചീഫ് ഇമാം അബ്ദുൾ അസീസ് അൽ ഖാസിബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയക്കൽ, രൂപതാ ചാൻസലർ ഫാദർ കിരൺ തട്ല, കത്തോലിക്ക കോൺഗ്രസ് രൂപതാ PRO ടെൽസൺ കോട്ടോളി, ഫാദർ ബെൽഫിൻ കോപ്പുള്ളി, സാമൂഹ്യ പ്രവർത്തകൻ നിസാർ അഷ്റഫ്, ഷെയ്ഖ് ദാവൂദ്, അലി സാബ്രി എന്നിവർ പ്രസംഗിച്ചു. ഇരിങ്ങാലക്കുട എന്ന മതസൗഹാർദ്ദത്തിൻ്റെ നാടാണ്. ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൈകോർത്ത് ഏകോദര സഹോദരങ്ങളെപ്പോലെ സഹകരിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോരുത്തരുടെ വിശ്വാസം അത് ഉറച്ചു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ മാനവരാശിയുടെ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കൂട്ടായ്മയുടെയും ചൈതന്യം നിലനിർത്തുകയും ചെയ്യുന്നു. ഈ പശ്ചാത്തലത്തിൽ റംസാൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. വളരെ സന്തോഷകരമായ കാര്യമാണ് ഇപ്രകാരമുള്ള ഒത്തുകൂടൽ. അത് കാട്ടുങ്ങച്ചിറ മസ്ജിദിലെ നോമ്പുതുറയായാലും ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിലെ തിരുനാളായാലും കുടമാണിക്യം അമ്പലത്തിലെ ഉത്സവമായാലും കൊല്ലാട്ടി അമ്പലത്തിലെ ഉത്സവമായാലും ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഇമ്പം ഇതിലെല്ലാത്തിലും ഉണ്ട്. ഓരോ തിരുനാളും ഓരോ റംസാനും ഓരോ ഉത്സവവും മനുഷ്യരെ പരസ്പരം കൂടുതൽ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ, കൂടുതൽ സഹകരണത്തോടുകൂടെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നു. ഈ റംസാൻ അവസരത്തിൽ ഇവിടെ കാട്ടുങ്ങച്ചിറ മസ്ജിദിൽ ഈ നോമ്പുതുറ കൂട്ടായ്മയ്ക്ക് നാം ഒന്നിച്ചു കൂടുമ്പോൾ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് തിരുനാളിന്റെ കൃത്യമായിട്ടുള്ള പ്രാർത്ഥന. ഇരിങ്ങാലക്കുട ചെറുതൃക്കോവിൽ ക്ഷേത്ര ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ കൂടൽമാണിക്യം കൊട്ടിലാക്കൽ പറമ്പിൽ മെയ് 31 വൈകിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള നന്ദഗോവിന്ദം ഭജൻസിന്റെ സാന്ദ്രാനന്ദലയം പരിപാടിയുടെ ആദ്യ സ്പോൺസർഷിപ്പ് ഷോപ്പേഴ്സ് സ്മാർട്ടിന്റെയും KR സുബ്രഹ്മണ്യന്റെ കയ്യിൽ നിന്നും കൂടൽമാണിക്യം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KG അജയ്കുമാർ സ്വീകരിച്ചു. കോർഡിനേറ്റർ പുരുഷോത്തമൻ, സെക്രട്ടറി ജയശങ്കർ ചക്കഞ്ചാത്ത, ട്രഷറർ ജയരാമൻ, മേൽശാന്തി നാരായണൻ നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു. ഇന്ന് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനും ആദ്യ സ്പോൺസർഷിപ്പ് സ്വീകരിക്കാനും സഹായിച്ച നമ്മുടെ ബാസിരാജ് കുടുംബത്തിനോടുള്ള നന്ദി ആദ്യം രേഖപ്പെടുത്തട്ടെ. പുരുഷോത്തമൻ എന്നോട് ഈ നന്ദഗോവിന്ദം ഭജൻസ് നടത്തുന്നതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എന്തെങ്കിലും എന്നെ കൊണ്ട് കഴിയാവുന്ന സഹായം ചെയ്യണമെന്നുള്ള ഒരു തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെയാണ് ഞാൻ ബാസിരാജിനോട് കോൺടാക്ട് ചെയ്തത്. ബാസിരാജ് വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് ഇത് എൻ്റെ ഒരു നല്ലൊരു ഭാഗം സ്പോൺസർഷിപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും സ്റ്റേജ് ഉൾപ്പെടെയുള്ള നല്ലൊരു ഭാഗമാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിനും നല്ല അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.
5 വർഷത്തിനുള്ളിൽ സമ്പൂർണ്ണ ടേബിൾ ടെന്നീസ് സാക്ഷരത കൈവരിക്കുന്ന ആദ്യ വിദ്യാലയമായി മാറാൻ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് വിദ്യാനികേതൻ സ്കൂൾ തയ്യാറെടുക്കുകയാണെന്ന് പ്രിൻസിപ്പൽ ഫാദർ ജോയ് ആലപ്പാട്ട്, സ്കൂൾ കായിക വിഭാഗ മേധാവി ഷാജു MP എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ വർഷം ആരംഭിച്ച ടേബിൾ ടെന്നീസ് പരിശീലനം സ്കൂളിലെ UKG 3, 4, 5, 6 ക്ലാസുകളിലെ എല്ലാ കുട്ടികളും പൂർത്തിയാക്കി. ക്രൈസ്റ്റ് ടേബിൾ ടെന്നീസ് അക്കാദമിയിൽ ആരംഭിക്കുന്ന അവധിക്കാല ക്യാമ്പുകൾ ഏപ്രിൽ 6-ന് ആരംഭിക്കും. ശ്രീരേഖ, ബിലാൽ, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ജിഫി റാഫേൽ, ജയശ്രീ കിഷോർ എന്നിവർ പങ്കെടുത്തു. അതുപോലെ തന്നെ ജിമ്മ്, ഷട്ടിൽ കോക്ക്, ഇത്രയും മെയിനായിട്ട് നമ്മൾ കളിക്കാനുള്ള അവസരം കുട്ടികൾക്ക് കൊടുക്കുന്നു. അത് കുട്ടികളും മിക്കവാറും നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മാസം ഏപ്രിൽ 6-ാം തീയതി മുതൽ മെയ് 6-ാം തീയതി വരെ എല്ലാ കുട്ടികളെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവർക്ക് താല്പര്യം പോലെ 10-20 ഐറ്റംസ് നമ്മൾ നടത്തുന്നുണ്ട്. അതിൽ കുട്ടികൾക്ക് പങ്കെടുക്കാം. ക്ലാസ് തുടങ്ങിയാൽ ജൂൺ മാസം മുതൽ വീണ്ടും ഉണ്ടാകും. സ്കൂളിൻ്റെ സമയം കഴിഞ്ഞ് 4 മുതൽ 5:30 വരെ നമ്മൾ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. കൂടുതലായിട്ട് ആശയമായിട്ട് വന്നത് മിഥുനി ഞാൻ കൈമാറുകയാണ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ടേബിൾ ടെന്നീസിൻ്റെ എല്ലാ കുട്ടികളും ടേബിൾ ടെന്നീസ് പഠിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ നമ്മൾ ഇതിനകം UKG 3, 4 ഇനിയുള്ള വർഷങ്ങളിൽ കൂടെ ഒരു 5 വർഷത്തിനുള്ളിൽ വിദ്യാനികേതനിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും ടേബിൾ ടെന്നീസും കൂടെ പഠിക്കണം എന്നുള്ളൊരു വലിയൊരു ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ അച്ഛനാണ്. അപ്പം അതൊരു വലിയൊരു മുതൽക്കൂട്ടാണ്. കാരണം ടേബിൾ ടെന്നീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകതയും കൂടിയുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികളെ മറ്റൊരു ശ്രദ്ധയിലേക്ക് പോകാതെ നമുക്ക് പിടിച്ചിരുത്താൻ സാധിക്കുന്ന മേഖലകളിൽ നമുക്ക് മാക്സിമം അവരെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ളത്. ഇപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ ഒരു അക്കാദമി ഉണ്ട്. നമ്മൾ 4 മണി തൊട്ട് 5:30 വരെ ഇവിടെ അക്കാദമി സ്റ്റാർട്ട് ചെയ്തു. ചെറിയ കൊച്ചുങ്ങളാണുള്ളത്. ക്രൈസ്റ്റ് കോളേജിൽ നമുക്കൊരു അക്കാദമി ഉണ്ട്. അവിടെ ഏകദേശം 60 കുട്ടികളോളം റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സെൻ്ററാണ്. അപ്പം ഭാവിയിൽ ടേബിൾ ടെന്നീസിന് ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഏരിയ ആയിട്ട് ഇരിങ്ങാലക്കുട മാറണമെങ്കിൽ നമുക്കതിൻ്റെ ഏറ്റവും നല്ല സെൻ്ററായിട്ട് നമുക്ക് ഈ സ്കൂളിനെ മാറ്റണം. അതിനുള്ള ശ്രമത്തിലാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.